നമ്മളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ax² + bx + c = 0. ദെൻ നമ്മൾക്ക് ഒരു ഇക്വേഷൻ തരാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ x² + 8x = 9 എന്നൊരു ഇക്വേഷൻ നമുക്ക് തന്നാല് നമ്മൾക്ക് ഇവിടെ ഇത് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമുക്ക് ആദ്യം ഇതിനെ ഒരു പെർഫെക്റ്റ് ഇക്വേഷൻ ആക്കി മാറ്റിയതിന് ശേഷം എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സിന്റെ വാല്യൂ കാണാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ a = 1 b = 8 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. a മീൻസ് നമ്മളുടെ ജനറൽ ഫോർമാറ്റിൽ നോക്കുന്ന സമയത്ത് x² കോഎഫിഷ്യന്റ് ആണ് a. So here the coefficient of x² is 1 and x in the coefficient, that is b. So here the coefficient of x is 8 and c is not given. So ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് c is equal to b/2 whole square. അതായത് b യുടെ c എന്ന് പറഞ്ഞാൽ b യുടെ ഹാഫിന്റെ സ്ക്വയർ ആണ്. That means 4² that is 16 ആണ് നമ്മളുടെ c വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ c എന്ന വാല്യൂ നമ്മളുടെ ഗിവൺ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് x² + 8x + 16 is equal to, നമ്മൾ ഒരു ഈക്വൽ ടുന്റെ LHSൽ എന്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ RHSലും ആഡ് ചെയ്യണം. സോ ഇവിടെ 9 + 16 എന്ന് വരും. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? x² + 8x + 16 is equal to 25 എന്ന് വന്നു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് x + y the whole square എന്ന ഫോമിലേക്ക് ഇവിടെ മാറ്റണം. ഓക്കെ, ഇവിടെ y എന്ന് പറഞ്ഞാൽ x ഓൾറെഡി നമ്മളുടെ ഇക്വേഷനിലുള്ള x തന്നെയാണ്. y എന്ന് പറഞ്ഞാൽ √c ആണ്. അപ്പൊ c is equal to 16 എന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. Therefore നമുക്ക് y is equal to √16 that is equal to 4 എന്ന് കിട്ടി. സോ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ വരും? x + y സ്ഥാനത്ത് നമ്മൾ 4 എന്ന് കൊടുത്താൽ x + 4² is 4 whole square is equal to 25 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സോ നമ്മൾ ഇവിടെ എന്ത് കിട്ടി? x + 4 the whole square is equal to 25 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x + 4 = √25 എന്ന് എഴുതാം. Then x + 4 is equal to +or-5 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം? x + 4 is equal to 5 or x + 4 is equal to -5. Then നമുക്ക് എങ്ങനെ എഴുതാം? x is equal to ഈ +4 ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ നമുക്ക് ഇവിടെ 5 - 4 that is equal to 1 എന്ന് കിട്ടി. x is equal to 1. or നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x is equal to xനെ മാത്രം ഈ സൈഡിൽ നിർത്തിയിട്ട് -5ന്റെ സൈഡിലേക്ക് ഈ +4 ഇങ്ങോട്ട് വരും. സോ നമുക്ക് ഇവിടെ -4 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x is equal to -9 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ നമുക്ക് xന് എന്തെല്ലാം വാല്യൂസ് കിട്ടി? x is equal to 1 and x is equal to -9. സോ ഇങ്ങനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്നാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സിനുള്ള 2 വാല്യൂസ് നമുക്കിപ്പം ഇവിടെ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് x² - 8x = 20. ഇതൊന്ന് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് സിയുടെ വാല്യൂ ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം c is equal to b/2 whole square ആണ് നമ്മൾ കണ്ടു. സോ ഇവിടെ -8 ആണ്. -8/2 whole square that is -4 whole square equal to 16. ഓക്കെ, c is equal to 16 എന്ന് കിട്ടി. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x² - 8x + 16 is equal to, ഇവിടെ 16 ആഡ് ചെയ്താൽ ഇവിടെയും ആഡ് ചെയ്യുക, 20 + 16 that is x² - 8x + 16 is equal to 36. നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഇതിനെ x + y whole square ഫോമിലേക്ക് മാറ്റണം. y എന്ന് പറഞ്ഞാൽ √c ആണെന്ന് അറിയാം. Therefore എന്ത് നമുക്ക് കിട്ടും? y is equal to √c ആണ്. That is √16 is equal to 4 എന്ന് വന്നു. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? x +
y is equal to 4 ആണ്. x plus y all square is equal to 36. Then x plus 4 is equal to root 36. x plus 4 is equal to plus or minus 6 എന്ന് വന്നു. x plus 4 is equal to plus or minus 6 ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x plus 4 is equal to plus 6 ആണെങ്കിൽ നമ്മളുടെ x is equal to 6 minus 4 that's equal to 2 or x plus 4 is equal to minus 6 implies x is equal to minus 6 minus 4 that is equal to minus 10. Okay. അപ്പോൾ നമ്മൾ x നുള്ള രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടി. x can be 2 or x can be minus 10. Okay. ഇതാണ് നമ്മളുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്.